സർഗോത്സവം എന്ന പേരിൽ 2 ദിവസങ്ങളിലായിട്ട് ജൂൺ 8, 9 തീയതികളിൽ കോഴിക്കോട് നളന്തയിൽ വെച്ചിട്ട് കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് 14 ജില്ലകളിലും ഈ സർഗോത്സവം നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 300ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന 3 കാറ്റഗറികളിലായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനയത്തിലും നൃത്തത്തിലും സംഗീതത്തിലും രചനാ മത്സരങ്ങളിലും വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാ പങ്കാളികളോടും ഈ പരിപാടിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. 18 വയസ്സിന് ശേഷം മുതിർന്നവർക്ക് വലിയ അവസരങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നന്മ സംസ്ഥാന വ്യാപകമായി ജില്ലാതല സർഗോത്സവം നടക്കുന്നത്. ഈ സർഗോത്സവത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ ആളുകൾ അവരുടെ കഴിവ് മാറ്റിവെക്കാൻ വേണ്ടി സംസ്ഥാനത്തിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഒരു സംഘടന ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അത് എനിക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. വളരെ സജീവമായിട്ടാണ് പ്രായം കൂടിയ ആൾക്കാരൊക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന് വിചാരിക്കാത്ത കലാകാരന്മാർ മുഴുവനും ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കോഴിക്കോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നന്മ സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ഇതിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത്. അതേപോലെ 36 മുതൽ 60 വരെ 60നും മേലോട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഡാൻസ് ടീച്ചേഴ്സിനായാലും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഒരു വേദിയാണ്. ഞങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. മെയിൽ ഫീമെയിൽ എന്നതിലുപരി ഒരു ട്രാൻസ് കാറ്റഗറി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷം. സോ ഇനിയും ഇതുപോലെയുള്ള കലോത്സവങ്ങൾ ഉണ്ടാവട്ടെ, അവരിതുപോലെ നടത്തട്ടെ, പൂർണ്ണ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഇതിപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിലാണ്. ഭരതനാട്യത്തിൽ ഞാനും ഉണ്ടായിരുന്നു, 1ാം സ്ഥാനം കിട്ടി. ഇനിയിപ്പോൾ ഫോക്കിന് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ ഇനി ഇതിൻ്റെ സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹത്തിലാണ്, ആ ഒരു സന്തോഷത്തിലാണ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞാനിവിടെ സീനിയർ കാറ്റഗറിയിലാണ്, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്. നല്ലൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഈ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു പ്രോത്സാഹനമാവട്ടെ. ഞാൻ മോഹിനിയാട്ടത്തിലാണ് പങ്കെടുത്തിരിക്കുന്നത്, ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഒരു കലോത്സവങ്ങളോ മത്സരങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നന്മ എന്ന് പറഞ്ഞ ഈ സംഘടന ഇങ്ങനെ ഒരു കലോത്സവം സംഘടിപ്പിക്കുക, അതിൽ മത്സരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് തന്നെ പറയാം.